നേതാവ് UDF, LDF ഒരുപോലെ BJP-ക്ക് പ്രത്യേകിച്ചാണ് രാഷ്ട്രീയ നാടകമാണ്. അല്ല, ഇതിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദില്ലി മദ്യനയ അഴിമതി കേസിൽ ബഹുമാനപ്പെട്ട ദില്ലി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതുപോലെ CBI കോടതിയും ഗുരുതരമായ കേസാണ് എന്ന് കണ്ടെത്തിയ ഒരു കേസാണ്. അവരുടെ എല്ലാം നിരീക്ഷണം കൃത്യമായിട്ടും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ദില്ലിയിലെ കോൺഗ്രസ് പാർട്ടി VD സതീശന്റെ ദില്ലിയിലെ നേതാക്കൾ അജയ് മാക്കൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേജ്രിവാളും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച ആൾക്കാരാണ്. ഇവിടെ സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരായി നടക്കുന്ന കേസുകളിലെല്ലാം പറയുന്നത് പോലെ അന്തർധാരയാണ് BJP-യും ആം ആദ്മി പാർട്ടിയും എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ബഹളം വെച്ച കോൺഗ്രസ് പാർട്ടി ഇരട്ടത്താപ്പിന്റെ അങ്ങേയറ്റത്തെ അപ്പോസ്തലനാണ് കോൺഗ്രസ് പാർട്ടി. മുഖ്യമന്ത്രിക്ക് പിന്നെ എല്ലാ അഴിമതിക്കാർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. ഓരോരോ അഴിമതിക്കാർ കുടുങ്ങുമ്പോൾ അഴിമതി ചെയ്ത എല്ലാവർക്കും വേവലാതി ഉണ്ടാവും. അഴിമതിക്കാരുടെ സംയുക്തമായിട്ടുള്ള ഒരു കൂട്ടക്കരച്ചിലാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ അഴിമതി കേസാണ്. ആ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെല്ലാം അറസ്റ്റ് ചെയ്യും. നേരത്തെ മുൻ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല. തെരഞ്ഞെടുപ്പാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല കേസുകൾ നടക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള എല്ലാ കേസുകളിലും ശക്തമായ നടപടിയാണ് ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സതീശനോട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ വല്ല നടപടിയും വന്നാൽ മാറ്റി പറയോ സതീശ? സംയുക്ത സമരം ചെയ്യുമോ? നാണമെന്ന ഒരു സാധനം സതീശന്റെ കോൺഗ്രസ് പാർട്ടിയുടെ നിഘണ്ടുവിനില്ല. കോൺഗ്രസ് പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്ന അഴിമതിക്കെതിരായി അന്വേഷണം വരുമ്പോൾ ആദ്യം ശക്തമായി ബഹളം വയ്ക്കും. നടപടി വരുമ്പോൾ ഒരുമിച്ച് സമരം ചെയ്യും. ഇത് ഇരട്ടത്താപ്പല്ലാതെ പിന്നെ എന്താണ്? BJP-ക്ക് ഇതിലൊരു ഇരട്ടത്താപ്പുമില്ല. കോൺഗ്രസ് പാർട്ടിക്കും CPM-നുമാണ് ഇരട്ടത്താപ്പ്. കേരളത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും നേരിടുന്ന അഴിമതി കേസുകളിലെല്ലാം ഇതേ നിലപാട് തന്നെയാണോ കോൺഗ്രസിനുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്വേഷണം ശരിയായ നിലയിൽ നടക്കേണ്ടെന്നാണോ VD സതീശൻ പറയാൻ ആഗ്രഹിക്കുന്നത്? നിയമസഭയിൽ കാണിച്ചതുപോലെ അന്വേഷണത്തിലും ഒത്തുതീർപ്പ് വേണമെന്നാണോ VD സതീശൻ ആവശ്യപ്പെടുന്നത്? നിയമസഭയിൽ അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ മാസപ്പടി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച ആളാണ് VD സതീശൻ. അതുപോലെ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ഒത്തുതീർപ്പാക്കണമെന്നാണോ VD സതീശൻ ആവശ്യപ്പെടുന്നത്? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ കേരളത്തിൽ എന്തെങ്കിലും നടപടി വന്നാൽ ഈ നിലപാടാവുന്ന കേരള മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും കേന്ദ്ര അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള കേസുകളല്ലേ? അതായത് സംസ്ഥാനത്ത് അഴിമതി നടത്തിയിട്ടുള്ള ഭരണാധികാരികൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. ആ കേസുകളെല്ലാം അന്വേഷണത്തിലാണ്. ആ കേസുകളിൽ സത്വര നടപടി വേണം എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം പ്രസ്താവന ഇറക്കുന്ന ആളാണ് VD സതീശനും കോൺഗ്രസുകാരും. പക്ഷേ വല്ല നടപടി ഉണ്ടാവുമ്പോൾ ഉടനെ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി അഴിമതി നടത്തിയാൽ പിന്നെ എന്താക്കണം? കൂട്ടുപോലിക്കണം. ഒരു പേടിയല്ലേ യഥാർത്ഥത്തിൽ? ഒരു പേടിയുണ്ടാവുന്നല്ലേ? എന്തിനു പേടിക്കാൻ സാർ? എന്തിനാണ് പേടിക്കുന്നത്? അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 7 സീറ്റ് ജയിച്ചത് BJP-യാണ്. ആരെയാണ് പേടിക്കുന്നത്? അഴിമതിക്കാർക്കാണ് പേടി. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ നിയമപരമായി എല്ലാ വഴികളും അഴിമതിക്കാർക്ക് തേടാമല്ലോ. ഇന്നലെ രാത്രി കേസ് വേഗമെടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് ഈ കേസ് കോടതിയിൽ വന്നപ്പോഴെല്ലാം എന്താണ് കോടതി എടുത്ത സമീപനം? കൃത്യമായി തലനാരിഴ കീറി നിയമവഴിയിൽ പരിശോധിച്ചാണ് എല്ലാ കേസുകളും പോകുന്നത്. അഴിമതിക്കാർ കുടുങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഷിബു സോറന്റെ കാര്യത്തിൽ സംഭവിച്ചത്? നല്ല പിന്നെ സത്യസന്ധനാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല സത്യസന്ധനാണോ ഷിബു സോറൻ? ഇത്രയും നാണം കെട്ട ഒരു നിലപാട് പ്രതിപക്ഷം എടുക്കരുത്. അല്ല, ഹേമന്ത് സോറൻ അത്രയും നല്ല ഹേമന്ത് സോറൻ ഇത്ര സത്യസന്ധനാണോ? ലാലു പ്രസാദ് യാദവ് ഇത്ര സത്യസന്ധനാണോ? അപ്പൊ അഴിമതിക്കാർക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. ഇത് രാഷ്ട്രീയമാണെന്ന് പറയുന്നവര് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ്. ഈ കേരളത്തിൽ ഒരു മെല്ലപ്പോക്കുണ്ടോ? അല്ല,
ഇത് തന്നെയാണ് ദില്ലിയിലും പറഞ്ഞുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രിമാരായാലും ഈ അഴിമതി കേസുകളിൽ നടപടി പിന്നെ മുഖ്യമന്ത്രിക്ക് നിയമം അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. മുഖ്യമന്ത്രി അവിടെ ഒരു പ്രശ്നം. ഇവിടെ കോൺഗ്രസ് പറഞ്ഞത് എല്ലാ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടപടി കേരളത്തിൽ മാത്രം മാസപ്പടി വരുന്നു, ലാബിൽ വരുന്നു, ഇവിടെ ഭയങ്കര സ്ലോ ആണ്. ഇത് തന്നെയാണെന്ന് കോൺഗ്രസ് പാർട്ടി അജയ് മാക്കൻ ഡൽഹിയിൽ പറഞ്ഞത്. അതായത് അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടിയില്ല, മെല്ലെപ്പോക്കാണ്. എത്ര മാസമായി കേസന്വേഷണം തുടങ്ങിയിട്ട്? മദ്യനയ അഴിമതി കേസ് ആരംഭിച്ചിട്ട് മാസങ്ങൾ എത്രയായി? എന്താ നടപടിയില്ലാത്തത്? അപ്പൊ നടപടി വന്നപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് ഞങ്ങള് കള്ളന്മാരെല്ലാം കൂടെ ഒരുമിച്ച് വട്ടം കൂടി നിന്നാൽ കള്ളനെ രക്ഷിക്കാൻ കഴിയുമെന്നാണോ വിചാരിക്കുന്നത്? ഇതിപ്പോ കാണുന്നത് അതാണ്. എല്ലാ കള്ളന്മാരും കൂടി ഒറ്റ റൗണ്ടായിട്ട് കൂടിയിരിക്കുക. ഞാനും പരസ്പരം ഒളിക്കാന്ന് വിചാരിക്കുകയാണ്. ഇതേ നടപടി കേരളത്തിലുണ്ടാവും. അല്ല, അതൊക്കെ ഏജൻസികളാണ്. ഞാൻ ഏജൻസിയുടെ വക്കാലത്ത് എനിക്കില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എല്ലാ കേസുകളിലും ശരിയായ നിലയിൽ അന്വേഷണം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ. ബിജെപിയുടെ ഒരു 4 സ്ഥാനാർത്ഥികളും കൂടി വരാനുണ്ട്. എപ്പോഴത്തേക്കുണ്ടാവും? ഒരു വേവലാതിയും വേണ്ട. നാളെ വൈകുന്നേരത്തിന് മുമ്പ് വിളിക്കുക. ആരെങ്കിലും സർപ്രൈസ് കാൻഡിഡേറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? എല്ലാം കാത്തിരുന്ന് കാണാം. ഇടുക്കിയിലെ മുൻ MLA 2 തരത്തിൽ പറയുന്നു. അവിടെ BJP നേതാവിനെ കണ്ടതിന് ശേഷം അത് വ്യക്തിപരമായി കണ്ടതാണ് എന്ന് പറയുന്നു. അത് CPM പറയുന്നു ആ പാർട്ടി വിടുന്നില്ല എന്ന് പറയുന്നു. എന്താണ് BJP? പലരുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇടുക്കിയിലെ മുൻ MLA രാജേന്ദ്രനും ഞാനും തമ്മിൽ ഒരു 4 തവണയെങ്കിലും സംസാരിക്കും. ഇതെന്താ അത്ഭുതമായിരിക്കുന്നു. രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. രാഷ്ട്രീയമില്ലെന്നാണ് അതോ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ലേ? നിങ്ങളിപ്പോ ഏഷ്യാനെറ്റ്